ഹായ് അമ്മ. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നേരം കഴിഞ്ഞിട്ടാണ്, അത് കാരണം പിന്നെ എനിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഹായ് ഫ്രണ്ട്സ് അത് ഞങ്ങൾ കേട്ടു കേട്ടോ. അപ്പോ ഹായ് അമ്മ. ഉമ്മ അവന്റെ പകരം ഞാൻ നന്നാണ് കേട്ടോ. അവരിത്തിരി നേരം വൈകിട്ടല്ലേ തരിക, അങ്ങനെ എഴുതാനൊക്കെ സമയം പിടിക്കില്ലേ. അപ്പോൾ അവന്റെ പകരം ഞാൻ അവന്റെ ഒരു ഇതായിട്ട് ഞാൻ അങ്ങനെ അമ്മയ്ക്ക് തിരിച്ച് ഉമ്മ അമ്മ ഉമ്മ കേട്ടോ. സന്തോഷം കേട്ടോ. അമ്മയ്ക്ക് മാത്രമൊന്നല്ല, ഉമ്മേരെ എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റൗ കത്തിച്ചിട്ട് അമ്മ സമാധാനമായിട്ട് ശാന്തമായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇന്ന് ഒരു ചിക്കൻ എന്താ പറയാ, ചിക്കൻ വരട്ടിയതോ അങ്ങനെ എന്താ പറയില്ലേ, അതാണ് ഇതില്. അമ്മ അങ്ങനെയൊന്നും അല്ല, ചിക്കൻ വരട്ടിയതെന്ന് പറയും. ചിക്കൻ അങ്ങനെ തന്നെ പറയാ. എണ്ണയിട്ട് പൊരിക്കുന്നതല്ല, അതിനെ പൊരിച്ചത് അമ്മ പറയാ. ചിക്കൻ ഫ്രൈ. ഓ മതി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതില് ഉണക്കമുളക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുക. നമ്മൾ അപ്പഴക്കപ്പഴ പൊടിക്കുകയാണ് നല്ലത്. അപ്പൊ അതിനൊരു പ്രത്യേക മണമൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് ആവശ്യമില്ല, കുറച്ചധികം മുളക് പൊടിച്ചു വെക്കാലോ, ആവശ്യമുള്ളത് ഇട്ടാൽ മതിയല്ലോ. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുക. ഉപദേശങ്ങളൊന്നും വേണ്ട. മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും തേച്ച് ഞാനിതൊരു അരമണിക്കൂറിൽ കൂടുതലായി. വേറെ മല്ലിപ്പൊടി ഒന്നും ഇടണ്ട. ഈ ഒരു ഇതിന് മല്ലിപ്പൊടി വേണം. ഇല്ല, ഇടുന്നില്ല. നിന്നോടല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് പകരമായിട്ട് ഞാൻ പറയണം. റോസ്റ്റ് ചെയ്ത മുളക് എണ്ണയൊന്നും ഇടാണ്ട് ഒന്ന് ആ മുളക് പൊടിച്ചതും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് അനുഗ്രഹിക്കണം. അതിനെങ്ങനെ അമ്മ അനുഗ്രഹിക്കും പോലെ കൈ കൊണ്ട് ഇങ്ങനെ. മല്ലിപ്പൊടി ഇല്ല, വേറെ ഒരു മസാല ഇല്ല കേട്ടാ. അപ്പൊ മല്ലിപ്പൊടി മസാലയിൽ പെടില്ല. അല്ല, അതല്ല, അങ്ങനെയല്ല. അപ്പൊ ഇഞ്ചി ചതച്ചത്, അതായത് ഇതിനിങ്ങനെ അരക്കൊന്നും വേണ്ട. അപ്പൊ അതുപോലെ വെളുത്തുള്ളിയും ചതച്ചത്. എങ്ങനെയാ ചതച്ച്? കല്ലില്, മിക്സിയിലല്ല, ഇത് കല്ലില് ചതച്ചാണ്. കുട്ടിക്കല്ലില്. മിക്സിയിൽ ചതച്ച അങ്ങനെ കിട്ടില്ല. അപ്പൊ അത് ഇത്തിരി വെള്ളം പോലെ ആവില്ലേ, അപ്പൊ അരഞ്ഞ പോലെ ആവും. അപ്പൊ ഇത് മിക്സിയിലല്ല, കല്ലിലിട്ട് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി അതും ചതച്ചതാണ് കേട്ടോ, അരിഞ്ഞതല്ല, ചതച്ചത്. അതങ്ങനെ നല്ലതിന് എനിക്ക് ഓരോരുത്തരും പറഞ്ഞു തന്നെ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ചെയ്യണ്ടേ, മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടുമോ? എന്തായാലും സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ചോദിക്കണ്ടേ. അതൊന്നും ഞാൻ ചോദിക്കില്ല, നിന്റെ സ്വഭാവമല്ല എനിക്ക് കേട്ടോ. പിന്നെ ഒരു തക്കാളി, ഒരുവിധം മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്. അത് 2 പച്ചമുളകാണല്ലോ. അല്ലല്ല, 3 ചെറിയ പച്ചമുളക്. 3 പച്ചമുളക് അത് അവരിട്ടോളൂ അവരുടെ ആവശ്യത്തിന്. ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ, അളവൊന്നും ഞാൻ പറയില്ല. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക, കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം, കറിവേപ്പില, പിന്നെ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. കാരണം ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇതിന് ശുദ്ധം എന്ന് പറയാം. അപ്പൊ കുറച്ച് എണ്ണ മതി. എല്ലാവരും എന്നെ കുറ്റം പറയും. നമ്മളെയൊക്കെ ഒരുപാട് ആട്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തിരി ശുദ്ധമായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലമ്മ. ചെറുപ്പത്തിൽ ഒരുപാട് ആട്ട് കേട്ടാലാണ് മക്കൾ വലുതാകുമ്പോൾ നന്നാവുള്ളൂ അല്ലേ. അതേപോലെ തന്നെ എണ്ണയും ആട്ടിയാലാണ് ശുദ്ധ വെളിച്ചെണ്ണ ആവുക, അല്ലാണ്ടാവുമോ? ആക്കാൻ പറ്റുമോ? അതുപോലെ നമ്മൾ ഇത്രയൊക്കെ ആട്ടിയൊക്കെ ചെയ്താലാണ് ഞങ്ങൾ വലുതാകുമ്പോൾ ഒരു ഇത്തിരി ശുദ്ധരാകുക. മുഴുവൻ ശുദ്ധരായെങ്കിൽ ഇട്ട് അരക്കേണ്ടി വരും ഇല്ലമ്മ. ഈ പോക്ക് പോയാൽ നിന്നെ ഒരു അരക്കും ഞാൻ. എന്നാ നിന്നെ ഇടിക്കാന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അല്ലമ്മ. അല്ല, ഞാൻ ചോദിക്കാണ്, നിനക്കിട്ടൊന്ന് ഇടിക്കാന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വേനിച്ച് ആ കൈ ഞാൻ തന്നെ ഒഴിഞ്ഞതിൻ്റെ ഒരു ഗതികേട്ടിലേക്ക് വരുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അമ്മ എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് ഒഴിവാക്കി വിട്ടിറക്കണത് അല്ലമ്മ. ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ടൊക്കെ എത്രയോ അടി കിട്ടേണ്ട സമയം കഴിഞ്ഞു. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു മണത്തിന് കുറച്ച് മതി. പിന്നെ പെരിഞ്ജീരകം അതൊരു സ്പൂൺ. അമ്മ, മനുഷ്യന്മാര് ഓരോ വ്യക്തികളും ഇപ്പം അമ്മ പ്രകടിപ്പിക്കുന്ന സന്തോഷവും അമ്മ പ്രകടിപ്പിക്കുന്ന ദുഃഖമൊക്കെ അത് അമ്മയുടെ രീതിയിലല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നെപ്പോലെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? ഒരിക്കലും ഇല്ല. എന്താണെന്ന് പറയും, ഓരോരുത്തരുടെ ദുഃഖവും ഓരോരുത്തരുടെ സന്തോഷം സന്ദർഭത്തിനും സമയത്തിനും അവരവൻ്റെ ജനസിനനുസരിച്ചാണ് അവരത് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ പച്ചയൊക്കെ മുളകും അച്ഛനെന്നും പറയും. ഒരു കാര്യം ഞാൻ വിട്ടുപോയി. എന്താ ഇതിൽ ഞാൻ 1/2 സ്പൂൺ
വിനീഗർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, വിനാഗിരിയോ രണ്ടും ഒന്നല്ലേ? ആ, അത് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ കേട്ടോ, ചെറിയൊരു സ്പൂണിൽ ഒരു 1/2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇത് മുളക് തിരിഞ്ഞ് വെക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ല? അത് മറന്നതാണ്. അതിന്റെ പകരം ചെറുനാരങ്ങ ഇട്ടാൽ മതിയോ? അതല്ല, ഇത് ചെറുനാരങ്ങ ഇടാൻ വേണമെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിനീഗർ ഇടുകയാണോ നല്ലത്? അങ്ങനെയൊന്നുമില്ല, ഇത് അവര് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു എന്നാണ്. അപ്പൊ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ബുദ്ധിയില്ലാത്തത് കൊണ്ട് എല്ലാം അതുപോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാ, ഓരോരുത്തർ പറഞ്ഞു തന്നിട്ട് തന്നെ ഓരോന്ന് ചെയ്യാ, മനസ്സിലായോ? അല്ലാണ്ട് എല്ലാം അവനാ പഠിച്ചിട്ടാണോ ചെയ്യാ? അപ്പൊ ഇതിന് വെള്ളം ഒന്നും ഒഴിക്കണ്ട. എന്താ പറഞ്ഞ, ഇത് കുറെ നേരം നമ്മളിങ്ങനെ പറ്റി വെച്ചിട്ടില്ലേ, പിന്നെ ചിക്കനിൽ ഇത്തിരി വെള്ളം ഇറങ്ങും. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഇത് വേവിക്കണം. ഇതില് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എന്താ പറഞ്ഞ പോലെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ എന്താ പറയും? ഇപ്പൊ ലാസ്റ്റ് ഇപ്പം പറഞ്ഞ വാക്ക് അങ്ങനെയല്ല, വെള്ളം ഇറങ്ങുന്നല്ല, സന്ദർഭത്തിന്. അതെന്താ പറഞ്ഞ? അത് നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച് മാറും. അതന്നെ അമ്മ. ഇപ്പൊ ഈ സന്ദർഭത്തിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇതിൽ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇത് ഒന്ന് ഇതാവണം. അതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതൊന്നും ഉള്ളി ഇതൊന്നും നമുക്ക് എണ്ണയിൽ മുട്ടിക്കണ്ട. ഈ ഒരു ഫ്രൈ എണ്ണയിൽ മുട്ടിക്കണേക്കാളും നല്ലത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് ഒന്ന് ആവട്ടെ, 1-2 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് മറ്റുള്ള സാധനം. അപ്പോൾ ഈ സന്ദർഭത്തിനനുസരിച്ചല്ല മനുഷ്യൻ്റെ ഓരോ സംഭവങ്ങളും ഉണ്ടാവുന്നത്, സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സന്ദർഭവും സംഭവവും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? നമ്മുടെ സ്വഭാവവും സന്ദർഭവും തമ്മിലൊരു ബന്ധമുണ്ട്. ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് ചെന്നെത്തുമ്പോൾ നമ്മൾ തമാശയാണ് പറയണമെന്ന് നമുക്കറിയില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അതൊരു തമാശയായി മാറും. അത് തമാശ പറഞ്ഞിട്ട് തമാശയായി മാറുന്നതല്ല. അതേപോലെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദുഃഖം വളരെ വരേണ്ട സാഹചര്യത്തിൽ നമുക്ക് ദുഃഖം വരികയില്ല. എന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും, ആ ദുഃഖം പുറത്തേക്ക് തുളുമ്പില്ല, ഒരുപാട് കരയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ സാഹചര്യവും സന്ദർഭത്തിനനുസരിച്ച് ഉണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കരഞ്ഞ് പ്രകടിപ്പിക്കില്ല, അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് ആ ഭാരം ഒഴിഞ്ഞു പോകും. ഇപ്പോൾ ഒരു വ്യക്തി ഒരുപാട് സീരിയസ് ആണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി മരിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരയുമ്പോൾ ആ കണ്ണുകൂടെ വെള്ളം ഒഴുകുമ്പോഴും ഒച്ചയിട്ട് നമ്മൾ കരയുമ്പോഴും സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞ് നമ്മുടെ കുറച്ച് റിലാക്സ് ആവും നമ്മൾ. അതിൻ്റെ പകരം ചിലരുണ്ട് കരയാതെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾ മാനസികമായിട്ട് തകർന്നു പോകുമെന്ന് പറയാറുണ്ട്. അത് ഒരു കണക്കിൽ ശരിയാണ്. ആ ദുഃഖം കുറേ കാലത്തേക്ക് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഈ 2 പെരുമാറ്റങ്ങളും, ഈ ചിരിയും ദുഃഖവും രണ്ടും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സന്ദർഭം ഞാൻ അമ്മയുടെ പറഞ്ഞുതരാം. അത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഇതിലിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇതിലിപ്പോ ഇതിപ്പോ ഇങ്ങനെ ആയില്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമല്ലോ? നമുക്കല്ല, അമ്മയ്ക്ക്. എനിക്ക് ഇതൊന്നും ചെയ്യാനില്ല. ഇനി നമുക്കല്ല, അമ്മയ്ക്ക്. അമ്മയ്ക്ക്. അപ്പോൾ ഞാനൊരു ഇടുക്കിയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ഒരു വീട്ടിലേക്ക് പോയി, ഒരു പരിചയക്കാരൻ്റെ വീട്ടിലേക്ക്. എനിക്ക് പരിചയമില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ഞാനും പോയി. അപ്പോൾ അവൻ്റെ ഒരു ബന്ധു വീട്ടിലേക്കാണ് പോയത്. അവിടെ എന്താ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുമ്പ് തന്നെ അവിടേക്ക് പോയി. എനിക്ക് ഈ വീടായിട്ട് വേറെ ബന്ധമൊന്നും എൻ്റെ കൂട്ടുകാരെ നിർബന്ധിച്ച് കൊണ്ടുവരുന്ന വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഇടുക്കിയിൽ വെച്ചിട്ട് ഒരു വീട്ടിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അവിടെ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് താഴെയായിരിക്കും ഒരു വീട്, അല്ലെങ്കിൽ ഒരുപാട് കുന്നു കയറിയിട്ടൊരു വീട്ടിലേക്ക് പോകണം. നല്ല പ്രകൃതിരമ്യമായ സുന്ദരമായ കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരണത് ഈ മൂന്നാർ, ഇടുക്കി, തേക്കടി അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പ്രകൃതിമയമായ ഭയങ്കര സൗന്ദര്യമുള്ള സ്ഥലമാണ്. രണ്ടാമത് നമുക്ക് ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറയാം. പക്ഷെ എൻ്റെ മനസ്സിലെന്നും ഫസ്റ്റ് അവിടേക്കാണ്. ഹിൽ സ്റ്റേഷനിലെ സ്ഥലങ്ങൾക്ക് വയനാട്, ഇടുക്കി അതിനൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. അത് ഗോഡ് ഗിഫ്റ്റഡ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു വീട്ടിനുള്ളിൽ ഒരു അമ്മ സീരിയസ് ആയിട്ട് കേൾക്കമ്മ, സീരിയസ് എങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പോൾ കേക്ക്, ഒരു വീട്ടിനുള്ളിൽ പോകുമ്പോൾ അമ്മ ഇവൻ്റെ ബന്ധു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ബന്ധുക്കളാണല്ലോ, അവരൊക്കെ സ്വീകരിച്ചു, ഇതെൻ്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവിടെ ചെറിയൊരു കുട്ടി ഓടി വരും. കുട്ടി ഓടി വരുമ്പോൾ ആ കുട്ടി ഭയങ്കര വികൃതിയായിരിക്കും, കുട്ടീനെ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്നാലും ആ കുട്ടീനെ നോക്കി നമ്മൾ എന്ത് പറയും? സ്വാഭാവികമായിട്ട് സന്ദർഭത്തിനനുസരിച്ച് ആ കുട്ടീനെ നോക്കി ആയി പൊന്നോ എന്താ മോളുടെ പേര് ചോദിക്കും. അപ്പോൾ കുട്ടി ചിലപ്പോൾ സ്വീറ്റി, പിങ്കി, കാറ്റി എന്നൊക്കെ പറയും. ശരിക്കും പൂച്ചക്കുട്ടികൾക്ക് വെക്കുന്ന പേരൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും സാധാരണ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നല്ല പേര് പറയില്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വീട്ടിൻ്റെ ചുറ്റമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കും. അവിടെ ഒരു ബൊമ്മയുണ്ടെങ്കിൽ പറയും, ബൊമ്മ നല്ല ഭംഗിയുണ്ടല്ലോ, എവിടുന്നാ മേടിച്ച്? അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ആ വീട്ടിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. അത് മനുഷ്യന്റെ സ്വാഭാവികമായ ഗുണങ്ങളിൽ ഒന്നാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പറയാം. ആണോ? അമ്മയ്ക്ക് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എത്ര?
വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അല്ല അമ്മ വിരൽ കാണിച്ചപ്പോൾ നമ്മുടെ വിരലിൻ്റെ ഫോട്ടോ വരെ ഇടേണ്ടി വരും ഇത്ര നീളമുള്ളത് പറഞ്ഞിട്ട്. ഇതിങ്ങനെ മൂപ്പിക്കണ്ട, ഇതിൻ്റെ എല്ലാ ഫ്ലേവർ ഇതേപോലെ കിട്ടണം. അതാണ് അത്ര ഇതിൻ്റെ ഇത്. അപ്പം എന്താ അറിയോ, ഇത് അവിടെ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഇത് അതിൻ്റെ അതായത് കൊണ്ടാണ് ഇതായിരിക്കണത് അല്ലേ? ഇനി ചതച്ച ചെറിയ ഉള്ളി എല്ലാം നമ്മൾ വരട്ടിയിട്ടല്ലേ ഇടുക. അപ്പോൾ ഇത് അങ്ങനെയല്ല. അപ്പോൾ അത് എനിക്ക് അന്നോട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. നീ കഴിച്ചിട്ടുണ്ട്? ആണോ? എവിടെ ഉണ്ടാക്കിയതാണ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കഴിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ ഉണ്ടാക്കണ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എനിക്കെങ്ങനെ മനസ്സിലാവാനാണ്? കഴിച്ചിട്ടുണ്ട്. കഴിക്കാൻ നന്നല്ല അറിയുള്ളൂ. എന്റെ വീട്ടിൽ ഇന്ന ദിവസം കഴിച്ചാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ കഴിച്ചു, എപ്പോൾ കഴിച്ചു, ഏത് സമയത്ത് കഴിച്ചു. ഞാൻ എല്ലാ വീട്ടിൽ പോയാലും ഒരു കഷ്ണം ചിക്കൻ എനിക്ക് തരും. ഏതൊക്കെ വീട്ടിൽ ഞാൻ പോയിട്ട് കൊടുക്കാൻ പറ്റും. നൂലപ്പം, ഇടിയപ്പം നിനക്ക് ഇഷ്ടമില്ലാണ്ട് നിനക്ക് ചപ്പാത്തിയും തന്നു. അത് ആലോചിച്ച് നോക്കാം, അപ്പോൾ കിട്ടും. ഇനി ഈ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അമ്മായിയുടെ വീട്ടിലാണോ? അമ്മായിയുടെ വീട്ടിലാണോ? അവരല്ലേ ഇടിയപ്പം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചപ്പാത്തി തന്നത്? അല്ല, എനിക്ക് എവിടെ പോയാലും ചിക്കൻ കഴിക്കണം, എനിക്കറിയത്തില്ല. പറ. അല്ല, ഇത് ഏത് വീട്ടിലാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാം. ഇത് കർണാടകയിലാണ്, ജയന്തി ആണ്ടിന്റെ വീട്ടില് അല്ലേ? എൻ്റെ അമ്മേ, അതൊക്കെ എത്ര കാലം മുമ്പത്തെ അമ്മ, ഇതൊക്കെ ഓർക്കണങ്ങേ. ശരി. അപ്പോൾ അപ്പം അമ്മയുടെ ഒപ്പം വരുമ്പോൾ അന്ന് എനിക്ക് എത്ര തന്നെ വയസ്സുണ്ടമ്മ, ഇതൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റും. എന്നാലും ഞാൻ ഓർത്തില്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ അപ്പുറത്തൊരു ബൊമ്മയോ അതിലുണ്ടെങ്കിൽ വളരെ നല്ല ബൊമ്മയാണ്, എവിടുന്ന് മേടിച്ചു പറയും. അവിടെയുള്ള ഫോട്ടോനൊക്കെ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, ഇതാരാണ് അതാരാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ എൻ്റെ അമ്മ, ഞാൻ സ്വാഭാവികമായിട്ടൊന്ന് ചോദിച്ചമ്മ. എന്തിനാ ചോദിക്കാൻ കാരണം അറിയോ? ഞാൻ നോക്കുമ്പോൾ ആനയുടെ നെറ്റിപ്പൊട്ടത്തിൻ്റെ വലുപ്പത്തിലൊരു ഫോട്ടോ, ആ വീട്ടിൽ വലിയൊരു ഫോട്ടോ, നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ഫോട്ടോ, കൊമ്പമീശയൊക്കെ ആയിട്ട്. എന്തിനാ ചിരിക്കണ്? കൊമ്പമീശയൊക്കെ ആയിട്ട്, നല്ല കൊമ്പമീശ, വിരിഞ്ഞ മാറൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അറിയോ കേക്കമ്മ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അറിയോ? മസിലുള്ള വീരപ്പൻ എങ്ങനെ ഉണ്ടാവും? അപ്പം മസിലില്ലാത്ത വീരപ്പനമ്മ കണ്ടിട്ടുണ്ട്. ഒരു മെലിഞ്ഞിട്ട് അയാളെ കണ്ടാൽ തന്നെ നമുക്ക് തന്നെ പാവം തോന്നും, ഭക്ഷണം കഴിക്കാണ്ട് എത്ര കാലമായി എന്നൊക്കെ തോന്നിപ്പോണ രീതിയിലാണ് ആ വീരപ്പനുള്ളത്. പക്ഷേ ഭീകരനാണ്. പക്ഷേ ഇങ്ങോരെന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭീമൻ രഘുവിൻ്റെ പേഴ്സണാലിറ്റി, വീരപ്പൻ്റെ മീശയും ഏതാണ് വീരപ്പൻ്റെ മുഖച്ചായക്കുള്ള ഒരാൾ. വലിയൊരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആനയുടെ നെറ്റിഫോട്ടോത്തിൻ്റെ വലുപ്പുണ്ട് ആ ഫോട്ടോ. അതിൻ്റെ താഴെ ഇങ്ങനെ മിന്നാകിടാവുന്ന മിന്നാമിന്നി പോലെ ഒരു ഇത് നമ്മൾ വെക്കില്ലേ, സാധാരണ ദൈവത്തിനടുത്ത് മരിച്ച ആൾക്കാരുടെ ഫോട്ടോത്തിനടുത്തൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ രണ്ട് ഇതും. അതുപോലെ തന്നെ ആ പൂവിൻ്റെ ഒന്ന് എടുക്കൂ, ആ പൂവിൻ്റെ എടുക്കൂ, കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലത്തെ രണ്ട് പൂവ്, റോസാപ്പൂവിൻ്റെ അപ്പുറത്തും. ഇത് കണ്ട ഞാൻ ഇതാരാണ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നല്ല മനുഷ്യനായിരുന്നു അല്ലേ പറഞ്ഞു. അതേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അന്നത്തെ കാലത്തെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു ഗുണം. ഞാൻ പിന്നെ പറയണോ, തുടങ്ങിയ നിർത്തില്ലല്ലോ. എന്താ ആളുടെ മീശ, എന്താ വിരിഞ്ഞ മാറ്. ഇന്നത്തെ ജനറേഷനിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ കാണാൻ ഭയങ്കര ചുരുക്കമാണ്. ജിമ്മിലൊക്കെ പോകേണ്ടി വരും. ആൾ പണ്ടത്തെ ജിമ്മ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല മോനെ, എപ്പോഴും ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെയാണ് പണിയെടുത്തിട്ടാണ് പറഞ്ഞു. അല്ലെങ്കിൽ ഇടുക്കി ജില്ലക്കാർ ഇത്തിരി സ്ട്രോങ് ഇതായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഈ കയറി ഇറങ്ങാനെല്ലാം നല്ല ആരോഗ്യം ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോരിത്തിരി കൂടുതലാണല്ലോ. എന്തായാലും കേക്ക്. അപ്പോൾ പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുള്ള വ്യക്തിയാണല്ലോ പറഞ്ഞു. അപ്പോൾ അതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഭർത്താവാണല്ലോ. അവർ സിന്ദൂരൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ചന്ദനക്കുരൊക്കെ തൊട്ടപ്പോൾ പറഞ്ഞു. അത് മാത്രമല്ല ആൾ നല്ലൊരു മനുഷ്യനും കൂടിയാണ് പറഞ്ഞു. അതെ നല്ല മനുഷ്യനാണ് പറഞ്ഞു. അതെന്താ അറിയോ, നിങ്ങളുടെ മോൻ കണ്ട അറിയാവോ? അതെങ്ങനെ മോനെ, എൻ്റെ മോൻ കണ്ട എൻ്റെ ഭർത്താവ് നല്ലതാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ആൾ മരിച്ചു പോയാലും സിന്ദൂരും പൊട്ടൊക്കെ തൊട്ടുണ്ടല്ലോ. അപ്പോൾ ഭർത്താക്കന്മാരിങ്ങനെ പറയാമല്ലോ, ഞാൻ ജീവനോടെ ഇല്ലെങ്കിലും സിന്ദൂരും പൊട്ടൊക്കെ നിന്റെ ആഭരണമാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഞാൻ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത്. എന്താ പറയുക, ഇതില് നമ്മൾ കുറച്ച് നേരം മസാലയൊക്കെ പരത്തി വെക്കില്ലേ, പുരട്ടി അത് മലയാളം എനിക്ക് ശരിക്കും അറിയാത്തോണ്ട് പുരട്ടി വെക്കുമ്പോൾ നമുക്കിതിൽ തന്നെ ഇത്തിരി വെള്ളം, ചിക്കൻ്റെ ഉള്ളിൽ വെള്ളം സാധാരണ എത്ര നമ്മൾ പിഴിഞ്ഞ് വെച്ചാലും ഉണ്ടാവും. അപ്പോൾ
അതുകൊണ്ട് ആണ് ഇതിൽ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ കേൾക്കുമ്മ, ഞാൻ പറഞ്ഞു നല്ലൊരു മനുഷ്യനായിരുന്നു നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമോ. പണ്ട് ആണ്ടി പെട്ടെന്ന് അതെന്താ മോനെ എൻ്റെ മുഖം കണ്ടറിയണത്, എൻ്റെ ഭർത്താവ് നല്ലതാണ് എങ്ങനെ എൻ്റെ മുഖം കണ്ടറിയണത് എന്ന്. അപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരെടുത്തിട്ട് ഇവൻ എന്തൊക്കെ പറയാണോ വെച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അതൊന്നുമില്ല, നിങ്ങളെ കണ്ട മൊത്തത്തിൽ മനസ്സിലാവും നിങ്ങളുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണെന്നുള്ളത്. അതെന്താ പറഞ്ഞു, നിങ്ങളുടെ പൊട്ടും നിങ്ങളുടെ സിന്ദൂർ, അത് മോനെ ആരാ മോനെ ഇതൊക്കെ ഇടാത്തത്, എല്ലാവരും ഇടുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് വൃത്തികെട്ട സ്ത്രീയാണ്, ഭർത്താവ് മരിച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നടക്കുന്നില്ല, അതിനെയാണ് ഞാൻ പറയണത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇടുന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അമ്മേ. പെട്ടെന്നുണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന ആള് ബെഡ്റൂമിൽ നിന്ന് എണിച്ചു വരുന്നു, ഉറക്കത്തിലായിരുന്നു, മരിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, സന്ദർഭവും സമയമാണ് മനുഷ്യനെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വിചാരം എന്താ, ഭർത്താവ് മരിച്ചിട്ടും കൂടി ഈ സ്ത്രീ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പം മരിച്ചു എന്ന് ചോദിച്ചേനെ. അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ പിടുപിടുപിടുപിടുന്ന് മിനുക്കുന്ന ലൈറ്റ് ഇല്ലേ, സാധാരണ ഈ ലൈറ്റ് ഒന്നുമില്ലെങ്കിൽ ദൈവത്തിനൊന്നും പുറത്ത് ആ ചെറിയ ലൈറ്റ് അറിയില്ലേ, വിരിയാത്ത കമലം പോലെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടാവില്ല എല്ലാ വീട്ടിലും, അങ്ങനത്തെ ഒരു ലൈറ്റും വെച്ചെടുത്ത് പടപടാന്ന് ഇങ്ങനെ മിന്നിങ് കൊണ്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് അമ്മ വെച്ചിട്ടുള്ള പോലെ 2 റോസാപ്പൂവിൻ്റെ ചെടി അപ്പുറത്തും വെച്ച് കഴിഞ്ഞാൽ ഒരു പൂമാല ഇട്ടിട്ടില്ലാതെ മാത്രമേ ഉള്ളൂ. ആരായാലും വീട്ടിൽ ചെന്ന് എത്രയും വലിയൊരു ഫോട്ടോ കണ്ട് എന്താ പേര് മരിച്ചു പോയ ആളുടെ ഫോട്ടോ ആണെന്ന്. ഇയാളൊരു വരവ് വന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത്. എനിക്ക് ആദ്യം ഞാൻ അന്തം വിട്ടു, ദൈവമേ ഇതെന്തപ്പോൾ സംഭവിച്ചു വന്നില്ല. പിന്നെ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ വീണ് ചിരിക്കുക. അപ്പോൾ ആൾ പറയുക, ഇത് എൻ്റെ ഒരു 8-9 വർഷം മുമ്പത്തെ ഒരു ഫോട്ടോ ആണ്. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ആ അമ്മച്ചിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി വേണം, ഇവൻ ഈ പൊട്ടും സിന്ധുവിലൊക്കെ പറഞ്ഞ് ഇയാൾ ചത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണെന്ന് മനസ്സിലായി വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ എന്താ ഉദ്ദേശിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അല്ല പറഞ്ഞ മോനെ കുഴപ്പമില്ല, എന്താണ് ഉദ്ദേശിച്ച് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് വിചാരിക്കുക. അത് ഞാൻ 100 വട്ടം പറഞ്ഞു മോനെ, വേറെ ആരും വെച്ചതൊന്നുമില്ല, അങ്ങോട്ട് ഫോട്ടോ വെച്ചത് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് തോന്നിയത് അത്ര. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കാം എൻ്റെ അമ്മേ. അത് കാരണം കൊണ്ട് സന്ദർഭവും സാഹചര്യമാണ് മനുഷ്യനെ ചില കോമഡികൾ ഉണ്ടാക്കണത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ തമിഴ്നാട്ടുകാരെ ചില കാര്യത്തിൽ നമ്മൾ കളിയാക്കും. അത് ഏത് കാര്യത്തിലാണ് കൂടുതൽ കളിയാക്കറിയോ, തമിഴ്നാട്ടുകാർ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് നോക്കി നമ്മൾ ഒരുപാട് കളിയാക്കും. ആ കളിയാക്കുന്ന യഥാർത്ഥത്തിൽ പറഞ്ഞൊരു തത്വം ഉണ്ടമ്മ, അതറിയോ അമ്മയ്ക്ക് എന്താണെന്നുള്ളത്? എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളൊക്കെ അവിടെയുള്ള കാലത്തൊക്കെ തന്നെ ദൈവത്തിനെ കൊണ്ടുപോകുന്നതും ഡെഡ് ബോഡിനെ കൊണ്ടുപോയി ഏതാണ്ട് ഒരേപോലെയാണ്. ഇവരിങ്ങനെ ഏറ്റിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തൊഴുതിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ ദൈവമല്ലല്ലോ ഡെഡ് ബോഡിയാണല്ലോ വന്നിട്ട് പിന്മാറും. നമസ്കാരത്തിന് ശേഷം മനസ്സിലാവും, കാരണം പൂ കൊണ്ട് മൂടിയിട്ടുണ്ടാവും, അതിനുള്ളിൽ ഒരു കഷാലിൽ എടുത്തിട്ടുണ്ടാവും, ഇതിന് അയാളിനെയും പൂ കൊണ്ട് മൂടിയിട്ടുണ്ടാവും, ഒന്നും ശരിക്കും കാണില്ല. അടുത്തു കൂടെ നോക്കുമ്പോൾ ഏത് ഭഗവതിയാണ് ഏത് ഭഗവാനാണെന്ന് നോക്കുമ്പോഴേക്കും ഇത് രണ്ടുമല്ല, മൃതശരീരം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പൊരിയൊക്കെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ കോയിൻ എറിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ ഈ കരയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന പ്രത്യേക വർഗ്ഗ ആൾക്കാരുണ്ട്, അവർ കരയാൻ വേണ്ടി മാത്രം വരും. ഇതിൻ്റെയൊക്കെ തത്വം എന്താണെന്നറിയോ നമുക്ക്? ഒരു ചെറിയൊരു തത്വം ഉണ്ട്, എന്താണെന്നറിയോ? ഈ മനുഷ്യൻ ഏറെക്കുറെ മനുഷ്യൻ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനും അല്ല, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഓട്ടച്ചാട്ടങ്ങൾ മുഴുവനും ആഹാരവും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് മനുഷ്യൻ്റെ ഏതാണ്ട് ജനനമൊക്കെ. അതിൽ ചിലർ നല്ല സന്ദേശങ്ങളും മെസ്സേജുകളൊക്കെ വിട്ടുപോകും, അതൊക്കെ ജീവിതത്തിൽ വന്നു ചേരില്ല. പക്ഷേ മെയിൻ ഉദ്ദേശം എന്താണ്? വയറ് നിറയാൻ എന്തെങ്കിലും പണിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മളെ വിശ്വസിച്ചവർക്ക് എന്തെങ്കിലും വിട്ടുപോകണം. അപ്പോൾ എല്ലാവരും പറയും ശവം കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് കാശേറിയിടുന്നത്? ശവം കൊണ്ടുപോകുമ്പോൾ എവിടെ കാശേറിയതെന്ന് അറിയോ? മുന്നിലെ ആൾക്കാർ മുഴുവൻ നൃത്തം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കൊട്ടുക ഡാൻസ് കളിക്കാൻ കണ്ടില്ല. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും എന്ത് കുറകന്മാരാണ് ഇവരെന്താ ഈ മരിച്ചതിന് മുമ്പത്ത് ഇങ്ങനെ ഡപ്പാങ്കൂത്ത് കളിക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും. ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഈ പിന്നിലേക്ക് കാശേറിയണത് എന്തിനറിയോ? നീ പോയതിന് ശേഷവും നിൻ്റെ സമ്പത്തും കൊണ്ട് ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ നീ വിട്ടുപോയ അടയാളം സൂചിപ്പിക്കുകയാണ് ആ കോയിന് എറിയുന്നത്. മനസ്സിലായില്ലേ? നെറ്റിയിലൊരു കോയിന് വയ്ക്കുന്നില്ലേ, അതിനും ഒരു അർത്ഥമുണ്ട്. കാരണം എന്താ പറയുക, നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ പൈസയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലും നിൻ്റെ സ്വന്തമല്ല. നിൻ്റെ ശരീരം ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ നിൻ്റെ ശരീരം നിൻ്റെ സ്വന്തമല്ല, ഈ കാശും നിൻ്റെ സ്വന്തമല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നെറ്റിയിലൊരു കോയിന് വെക്കുന്നത്. മുന്നിൽ കളിക്കുന്ന നൃത്തത്തിൻ്റെ ഉദാഹരണം എന്താണെന്നറിയാം നമുക്ക്? സ്വാഭാവികമായിട്ട് പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, മരണ വീടുകളിൽ പൊട്ടിക്കരയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. കരയാന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് ഉരുണ്ട് ഈ മരിച്ച ആൾക്കാരുടെ ഒപ്പം ഇപ്പം തന്നെ മരിക്കുമെന്നൊക്കെ കണ്ട് പേടിച്ച് ഞങ്ങൾ എങ്ങനെ സമാധാനപ്പെടുത്തുന്നത് വിചാരിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചിലർ മൗനമായിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല പല രീതിയിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ എപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു അടിയന്തരം, ചിലപ്പോൾ ചിലർ 40 ദിവസത്തിലായിരിക്കും, 11 ദിവസമായിരിക്കും, 16 ദിവസമായിരിക്കും, അങ്ങനെയൊക്കെ അടിയന്തര ചരക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ കണക്ക് കൂട്ടിക്കോ, ഒരു 16-ാം ദിവസം തന്നെ നമ്മൾ കണക്ക് കൂട്ടിക്കോ,
ഈ ഒരു ദിവസം എത്തുമ്പോഴേക്കും എത്രയോ വർഷം നമ്മുടെ ഒപ്പം ജീവിച്ചിരിക്കുന്ന ഈ വ്യക്തിനെ പറ്റിയുള്ള ചിന്തകൾ പോലും നമ്മുടെ മനസ്സൊന്ന് മറന്നുപോയിട്ടുണ്ടാവും. കാരണം മനുഷ്യൻ അത്രയേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഈ ഒരു 16-ാം ദിവസം ആകുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം വർഷങ്ങളോളം മനസ്സിലത് കൊണ്ടു കിടക്കും. അല്ലാത്തവർ മുഴുവനും ഈ 16-ാം ദിവസം കല്യാണ വീട്ടിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ നിന്നുണ്ടാവും. ഇയാളുടെ ഫോട്ടോ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ടാവും. അവിടെ ഡിഫറെൻറ്റ് ഫുഡുകൾ ഇന്നത്തെയൊക്കെ കാണേണ്ട ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും, ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, ഇത്രേ പറയുള്ളൂ. വേറെ ബന്ധങ്ങളൊന്നും പറയുന്നില്ല. ആ ബന്ധങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ 2 ജീവങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാവും. അപ്പോൾ അല്ലാത്ത എല്ലാ ബന്ധങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇവരൊക്കെ നിൽക്കണ നിൽപ്പും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കല്യാണ വീടിൻ്റെ പ്രതീതിയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 25 വർഷം 30 വർഷം 40 വർഷം വേണ്ട 10 വർഷമൊക്കെ ജീവിച്ച ആൾക്കാർ 16-ാം ദിവസം ആകുമ്പോഴേക്ക് നമ്മളവരെ മറന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ഉരുണ്ടുകൊണ്ട് കരഞ്ഞത്? വല്ല കാര്യമുണ്ടോ എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം കരഞ്ഞ് ഉരുളറ്റേന്നല്ല ഞാൻ പറയണത്. എന്നാലും മുഖത്തൊരു ചെറിയൊരു വിഷമം. ഒരു 16 ദിവസം അല്ല ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ എനിക്ക് അങ്ങനെ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമോ? ഒരു ചോദ്യം എനിക്ക് ഈ സമൂഹത്തിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മുടെ തൊണ്ടയിൽ നിന്ന് അത് ഇറങ്ങുമോ? അതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഭാവിയിൽ എല്ലാം ചെയ്യാൻ പോണത്. കാരണം നിങ്ങളുടെയൊക്കെ ദുഃഖം എന്ന് പറയുന്നത് എത്ര ആത്മാർത്ഥതകൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതൊക്കെ മറക്കും. ഇന്നലെ നിങ്ങൾക്ക് ജീവന തുല്യമായിട്ടുള്ള വ്യക്തികൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏറി വന്നാൽ 10 ദിവസം 15 ദിവസം 1 മാസം 1 കൊല്ലമൊക്കെ ഓർക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളായി വന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ചിലരൊക്കെ 10 15 ദിവസം കഴിയുമ്പോൾ ഇപ്പം മറക്കണ്ടെങ്കിൽ അന്ന് കാലത്ത് തന്നെ അവരുടെ ആ ഒരു കാസ്റ്റിൽ അത് അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം കരയാൻ വേണ്ടി വാടകയ്ക്ക് ആൾക്കാരെ വിളിക്കും, ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് കൊടുക്കും കയ്യിൽ. ഈ മനുഷ്യൻ ഇത്ര മക്കളാണ്, ഈ മനുഷ്യൻ ഇന്നതൊക്കെ ചെയ്തു പോകുന്നിട്ട് ആരോ ഇരുന്ന് കരയുണ്ടാവും. കാരണം ഇത്രയേ ഉള്ളൂ. ആ മരണത്തിനൊരു ബഹുമാനം വേണം വന്നിട്ട് കരയും. അതിനെ മുന്നിൽ ചെയ്യുന്ന നൃത്തം എന്താ അറിയോ? നീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ലോകം അവസാനിക്കുന്നില്ല, ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടേ ഉണ്ടാവും എന്നതിൻ്റെ സൂചനയാണ് അവർ മുന്നിൽ കളിക്കുന്ന ആ നൃത്തം. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിതം ഇത്രയേ ഉള്ളൂ. ഒരാൾ മരിച്ചു വന്നിട്ട് ആരും ഒപ്പം മരിക്കണമെന്നില്ല. സന്ദർഭങ്ങളാണ് ദുഃഖവും സങ്കടവും ചിരിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചിലൻ്റെ ഒരു ചോദ്യമുണ്ട്, ചില മരണ വീടുകളിൽ ഒരുപാട് പൊട്ടിക്കരയുന്ന ആൾക്കാരെ കണ്ടിട്ട് അവർക്ക് മാത്രമാണ് സങ്കടം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തീരെ കരച്ചിൽ വരാത്ത ആൾക്കാരെ കണ്ടത് ഈ ശ്രദ്ധിക്കുന്ന ആൾക്കാർ കൂടുതലാണ് മരണ വീട്ടിലും കല്യാണ വീട്ടിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മരണ വീട്ടിൽ കരയാത്ത ആൾക്കാരെ നോക്കിയിട്ട് ഒരു തൊട്ട് കണ്ണീര് അവൻ്റെ കണ്ണെന്ന് വന്നില്ലല്ലോ, ഇവൻ മനസാക്ഷി ഇല്ലാത്തവനാണ്, സ്നേഹമില്ലാത്തവനാണെന്ന് വിചാരിക്കും. പക്ഷേ ഈ കരഞ്ഞവൻ്റെ ദുഃഖം അവിടെ തീർന്നുണ്ടാവും. പക്ഷേ ഈ കരയാത്തവൻ്റെ ദുഃഖം ഉണ്ടല്ലോ, അത് അവൻ ആ ദുഃഖം അടക്കി പിടിച്ചിട്ട് കരയാൻ പറ്റാണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാണ്ട് ചില സന്ദർഭങ്ങൾ വരും. അവർ മാസങ്ങളോളം ആ വ്യക്തിനെ ചിന്തിച്ച് ഞെട്ടി ഉണർന്നുകൊണ്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇങ്ങനൊരു വ്യക്തി നഷ്ടപ്പെട്ടു പോയല്ലോ, ചിലപ്പോൾ അവരുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അങ്ങനെ പല തോന്നലുകളും ഞാൻ കേട്ടിട്ടുണ്ട്. അനുഭവം കൊണ്ട് എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയണത് നമ്മുടെ ഈ കാണുന്നതിൽ മാത്രമല്ല സ്നേഹമാണ്, കാണാത്തതിലും സ്നേഹമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ചില ചടങ്ങുകൾ നോക്കി നമ്മൾ വളരെ നിസ്സാരമായിട്ട് അവരെ പല പേരിട്ട് വിളിക്കും, വെങ്കാട്ടികളെന്നും പാണ്ഡികളെന്നൊക്കെ വിളിച്ച് നമ്മൾ കളിയാക്കാൻ ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായ വിലയുണ്ടെന്ന് മനസ്സിലായോ? ഒന്നും നമ്മളെക്കാളും മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചില കാരണന്മാർ ചില സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അർത്ഥം എന്തറിയോ? നിനക്ക് വേണ്ടി ഇനിയിപ്പോൾ ആരും കരയാനില്ലെങ്കിൽ അതിനെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവർ കരഞ്ഞോളും. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂനറൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതന്നെയാണ്. മക്കൾ അമേരിക്കയിൽ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും വരാൻ, ഫ്ലൈറ്റ് ചാർജും കാര്യങ്ങളൊക്കെ കണക്കൂടി നോക്കുമ്പോൾ ഒരുപാട് ചിലവാണ്. എന്തായാലും കുറേ വയസ്സായിട്ട് മരിച്ചാലും ഇപ്പോൾ ഞങ്ങളവിടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഏൽപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എത്ര ആൾ വേണം ചോദിക്കും. 500 വേണോ 1000 വേണോ വന്നിട്ട് അതിനനുസരിച്ച് ചടങ്ങ് സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ വന്നെത്തി. പക്ഷേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് പക്ഷേ ഇത് മാത്രമാണ്. പിന്നെ ആകൃത്തിന് പട്ടയും ഗ്രാമ്പും ഇലക്കെ ഒരു പെരുഞ്ചീരകം, അല്ലാണ്ട് വേറെ ഒരുപാട് മല്ലിപ്പൊടി അങ്ങനെ കുറേ ഇതൊന്നും ഇടണ്ട. അപ്പോൾ ഇതായി ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ പച്ചമുളകും മല്ലിയില ഇഷ്ടമില്ലാത്തവർ അവസാനം. ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ അതല്ല അവിടുത്തെ റെസിപ്പി ആയിട്ട് കാരണം ഇതിലേക്ക് മല്ലിയില നിർബന്ധമാണ്. അവിടെ എല്ലാവരും ഈ മല്ലിയില ഇടാത്ത കാര്യമില്ല. അപ്പോൾ അത് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടാൽ മതി. ഇതാണ്ടോ, ഇതിലൊരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല, പക്ഷെ ഇത് കറക്റ്റായിട്ട് വെന്ത് പാകമായി കണ്ടോ, അങ്ങനെയുള്ള ഇതുണ്ടാവും. ഇത് ഇപ്പോൾ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് ഫുള്ള് മസാല ഇല്ലേ, ഇതിൽ പെരണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ വെച്ചു ഇപ്പം ഞാൻ ഓഫ് ചെയ്യാൻ പോകാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അറിഞ്ഞത് നമുക്ക് ചോദിക്കും. അപ്പോൾ ഞാനിത് എൻ്റെ വെങ്കടേഷ് എന്ന് പറഞ്ഞൊരു
തമിഴ് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ അവൻ്റെ വീട്ടിലൊരു കാർണർ, ആ അമ്മച്ചി ആ മുത്തശ്ശി പാട്ടി എന്നൊക്കെ വിളിക്കില്ലേ, അവരോട് ചോദിച്ചു എന്താണ് ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം. അപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഇത് തമാശയായിരിക്കാം, പക്ഷേ ഇതും കൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു പോകുമ്പോൾ ചിലർ വിചാരിക്കും ഇപ്പോൾ ആത്മാവിനൊരു സന്തോഷം കിട്ടരുത് എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിൽ. ആരും കരയാണ്ടാവില്ല, നമുക്ക് വേണ്ടി കരയാൻ ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം അവൻ്റെ ആൾക്കാരിലുണ്ട്. കാരണം ആത്മാവിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണത്. അപ്പോൾ ആ കരച്ചിലും കാര്യങ്ങളൊക്കെ ആത്മാവിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം കൂടി നടന്നവരൊക്കെ നാളെ നമുക്ക് വേണ്ടി കരയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നമ്മൾ ചിന്തിക്കുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മരിച്ച് ആത്മാവിനെ കാണാൻ കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മളൊപ്പം ആരുണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ, ഞാനടക്കം, ഈ ചടങ്ങുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചടങ്ങുകളും ലോകത്ത് വെറുതെ അല്ല, ആ ചടങ്ങുകൾ തന്നെയാണ് ഇന്ന് മോഡേൺ രീതിയിൽ മാറി വന്നിരിക്കുന്നത് അല്ലേ. മക്കൾക്ക് സമയമില്ലാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ മാറി വന്നിട്ടുള്ള ഓരോ ചടങ്ങുകൾക്ക് അന്ന് തന്നെ അവർ മുന്നാലോചന ഉണ്ടായിരുന്നു. അല്ല, പണ്ടേ മുന്നാലോചന ഉണ്ടായിരുന്നു. ഒരു കാലം വരും, ആ കാലത്ത് മരിച്ചവർക്ക് കരയാനും കൂടി ആൾക്കാരുണ്ടാവില്ല എന്ന്. ഈ ലോകത്താണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയാൻ വന്നത് സന്ദർഭവും സാഹചര്യമാണ് ചിരി ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇടുക്കിയിലൊരു വീട്ടിൽ പോയിട്ട് ജീവിച്ചിരിക്കുന്ന ആളുടെ മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ തമാശയായി പോയി. അതുപോലെ തന്നെ നമ്മളെന്നും തമാശയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ഡെഡ് ബോഡി എടുത്തിട്ട് പോകുന്ന ചടങ്ങുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞ തമാശയല്ല, അത് അവൻ്റെ ചടങ്ങിൻ്റെ ഒരു ഭാഗത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മളൊന്നും അറിയാത്ത ആൾക്കാർ അത് നോക്കി കളിയാക്കിക്കൊണ്ടുണ്ടായിരുന്നു. ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ദൈവത്തിന് തുല്യമാണ്, മരിച്ചവരെ കുറ്റം പറയാൻ പാടില്ല എന്നതിൻ്റെ പേരിലാണ് മരിച്ച വ്യക്തിയെ ദൈവത്തെ പോലെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇത്രയും അർത്ഥങ്ങൾ അവൻ്റെ ഒരു ചടങ്ങുകളുണ്ട്. ഇത് അകലയിൽ നിന്ന് ഇതിനെപ്പറ്റി അർത്ഥം മനസ്സിലാക്കാതെ ഞങ്ങളൊക്കെ പാണ്ടികൾക്ക് വേറെ പണിയില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്കാണ് വേറെ പണിയില്ലാത്തത്, അവർക്ക് നല്ല പണിയുണ്ട്. ഇന്ന് അവർ അന്ന് കാണിച്ചെന്ന അതേ ചടങ്ങിലൂടെ ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് മക്കൾക്കും സമയമില്ല, ലോകത്ത് ഒരു ബന്ധുക്കൾക്കും സമയമില്ല മരിച്ചാൽ വരാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഏറെക്കുറെയൊക്കെ 25% ആയി. 100% ആവാൻ ഇനി ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമൊന്നും വരില്ല. അപ്പം നമുക്ക് വേണ്ടി കരയാൻ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി വന്ന് കരയുന്ന ഒരു കാലം വരും, അധികം വൈകാതെ. അങ്ങനെ ഒരു കാലം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയവും സന്ദർഭവും മനുഷ്യനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ളതാണ് എന്നുള്ള ചിന്ത എനിക്കുണ്ട്, അമ്മയ്ക്ക് ഉണ്ടാവട്ടെ. അതന്നെ. അപ്പോൾ അമ്മയ്ക്കിത് മനസ്സിലായോ? എനിക്കത് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ചോദിച്ചു. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്രേ എനിക്ക് അറിയുള്ളൂ. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയുകയാണെങ്കിൽ അത് അറിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ കഴിക്കാൻ വിളിക്കുന്നില്ല. കണ്ടോ. അപ്പൊ കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം ഒന്നും ഒഴിക്കാതെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം, വേവിക്കാം. അത് തന്നെ ഇത് വേവുമ്പോൾ ഈ മസാലയൊക്കെ വെള്ളം ഒന്നും ഒഴിക്കാതെ വേവുമ്പോൾ നല്ല മണം. പിന്നെ ഒരുപാട് ഇതില് മറ്റുള്ള മസാലകളൊന്നും നമ്മൾ മല്ലി പിന്നെ കുറേ ഗരം മസാല ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ലൈറ്റ് മസാല ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കൻ്റെ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ കണ്ടില്ലേ, ഒരിക്കൽ വെച്ച് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണത്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. കാരണം എന്താ പറഞ്ഞാൽ ഞാനിത് അവരുടെ വീട്ടിൽ നിന്ന് കുറേ പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ് അവർ അമ്മ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഇതും തരും. നല്ല ചിക്കൻ തരാം, പിന്നെ നല്ല തോരനോ മെഴുക്കുപുരട്ടിയോ പപ്പടോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം കേട്ടോ. അപ്പോൾ സന്ദർഭങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിരിക്കുകയും ചിന്തിക്കുകയും കരയുകയും ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ സന്ദർഭത്തിനനുസരിച്ച് ആണ് ജീവിതത്തിൻ്റെ ഓരോ പടികളും എന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാ സന്ദർഭങ്ങളും എല്ലാവർക്കും നല്ലതാവട്ടെ. ഒരു കാലം ആർക്ക് വേണ്ടി കാശ് കൊടുത്ത് കരയിപ്പിക്കേണ്ട ഒരു ഗതികേട് വരാണ്ടിരിക്കട്ടെ. സന്തോഷത്തിന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് ചിരിക്കാൻ വരാതെയും കരയാൻ വരാതെയും ആത്മാർത്ഥമല്ല ഈ ലോകം ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഉണ്ട അംബുജാക്ഷമ്മിയും മണ്ട രഞ്ജിത്തും. അല്ല, നന്നായി. അപ്പൊ അത് നാളെ പറഞ്ഞാൽ മതി എന്താ പേരിട്ടിരിക്കണം കേട്ടാ. ഒന്നുമില്ലെങ്കിൽ ആ പ്രസന്ന ചേച്ചി തന്നെ ദത്തെടുത്ത് കൊണ്ടുപോകട്ടെ. അനിയനാണെങ്കിൽ വിരുന്നുകാരൻ. 2 ദിവസം കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പൊക്ക ബായ് പറയാലോ.
വീട്ടിൽ ഉണ്ടാവും പൊക്കോ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടല്ലേ, നീ ഇല്ലെങ്കിൽ സമയം പൂജാന്ന് പറഞ്ഞ് നിന്നെ അയക്കാം, ഫാനാണ്. അല്ല നിന്നെ സഹിക്കാൻ പറ്റുമോ? നീ ഒരു ബോംബാണെന്ന് അവർക്ക് അറിയാന്ന് പറഞ്ഞു. ആണോ? അത് കാരണം ചേട്ടനായിട്ടോ അനിയനായിട്ടോ ഞാൻ സ്വീകരിക്കാന്നാ പറഞ്ഞു. അത് കുഴപ്പമില്ല, ബുദ്ധി കണ്ടോ, ബുദ്ധി കണ്ടോ. മകനായിട്ട് സ്വീകരിച്ച് ഞാൻ അവിടെ അടയിരിക്കുന്നവർക്ക് മനസ്സിലായി. മകനായിട്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഈ അമ്മയുടെ ഗതി വരും. അല്ല ഈ അമ്മയുടെ അമ്മേനെ പാവം സഹിക്കണു, ഞാനും കൂടി സഹിക്കണം. അപ്പൊ അനിയനോ ഏട്ടനൊക്കെ ആയിട്ടുണ്ടോ വന്നിട്ട് ഒരാഴ്ച ഏറി വന്ന 1 മാസം അത്രയല്ലേ സഹിക്കണ്ടു എന്ന് വിചാരിച്ചിട്ടാണ്. പ്രശ്നത്തേക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.